യെസ് മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കിയേ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര ടു 100. അപ്പൊ 100 എലമെന്റ്സ് ആണുള്ളത്. ആർ ബി ദ റിലേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ എക്സ് വൈ ബിലോങ്സ് ടു ആറിന്റെ കണ്ടീഷൻ എന്താ നോക്കിയേ. 2x + 3y ഇസ് ഈക്വൽ ടു 2x ഇസ് ഈക്വൽ ടു 3y ആണ്. R1 എന്ന് പറയുന്ന റിലേഷൻ സിമട്രിക് ആണ്. ഈ R എന്തായിരിക്കണം? നമ്മൾ എഴുതാൻ പോകുന്ന R1ന്റെ സബ്സെറ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്പർ ഓഫ് റിലേഷൻ ഓൺ R1, മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ R1 ആണ് കണ്ടുപിടിക്കേണ്ടത്. R1ലെ മിനിമം നമ്പർ ഓഫ് R1ലെ എലമെന്റ്സ് n ആണ്. മിനിമം വാല്യൂ ഓഫ് n അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. 2x ഇസ് ഈക്വൽ ടു 3y ആണ് നമ്മുടെ കണ്ടീഷൻ ഉള്ളത്. 2x ഇസ് ഈക്വൽ ടു 3y എന്ന് പറയുന്ന സമയത്ത് അത് രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3യും റൈറ്റിൽ മൾട്ടിപ്പിൾ ഓഫ് എന്തു ആവണം? 2 ആയിരിക്കണം. അതായത് ഇപ്പൊ എക്സിന്റെ വാല്യൂ 3യും വൈന്റെ വാല്യൂ 2ഉം ആണെങ്കിൽ 2x ഇസ് ഈക്വൽ ടു 3y ആവും. നോക്കൂ, എക്സിന്റെ വാല്യൂ 3യും വൈന്റെ വാല്യൂ 2ഉം ആണെങ്കിൽ 2x ഇസ് ഈക്വൽ ടു 3y ആവുന്ന ഉറപ്പല്ലേ. അപ്പൊ ആ റിലേഷനിൽ വരുന്ന ആദ്യത്തെ ഓർഡേർഡ് പെയർ നിങ്ങൾ മനസ്സിലാക്കണം, 3 2 ആണ്. 3 2 എന്നെടുക്കുന്ന സമയത്ത് ഇനി ഇപ്പുറത്തെ 3ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അപ്പൊ ഇപ്പുറത്തുള്ള അടുത്തത് 6 ആയിരിക്കണം, അപ്പുറത്ത് 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ അടുത്തത് എന്താണ്? 6 4 ആണ് സാറ്റിസ്ഫൈ ചെയ്യുക. കണ്ടോ, ഫസ്റ്റ് എലമെന്റ്സ് ഒക്കെ 3ന്റെ മൾട്ടിപ്പിൾസിൽ വരണം, സെക്കൻഡ് എലമെന്റ്സ് ഒക്കെ 4ന്റെ മൾട്ടിപ്പിളിൽ വരികയാണെങ്കിലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പൊ 6 4 കഴിഞ്ഞാൽ എന്തായിരിക്കും? 9 6 അല്ലെ, 9 6. ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റിൽ 3ന്റെ മൾട്ടിപ്പിൾ അതിൽ 100 എലമെന്റ്സ് അല്ലേ. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ലെഫ്റ്റിൽ ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും? 99 ആയിരിക്കില്ലേ. അപ്പുറത്ത് വരുന്നത് എന്തായിരിക്കണം? 66 ആവണ്ടേ. 99 66. അപ്പൊ ഇതാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനിൽ നമുക്ക് എഴുതാൻ പറ്റുക അല്ലെ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് ഈ റിലേഷനില്? നമ്പർ ഓഫ് ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 33 എലമെന്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ 33 എലമെന്റ്സ് ആണ് ഈ ആർ എന്ന് പറയുന്ന റിലേഷനിലുള്ളത്. ഇനി നമ്മൾ R1ന്റെ എന്തായിരിക്കണം നോക്കിയേ? സബ്സെറ്റ് ആയിരിക്കണം. ഈ R1 എന്താവണം? സിമട്രിക് ആയിരിക്കണം. അപ്പം R1 സിമട്രിക് ആയിരിക്കണമെങ്കിൽ നമ്മൾ ഈ R1 എഴുതുന്ന സമയത്ത് നമ്മുടെ ഈ 33 എലമെന്റ്സ് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ 33 ഓർഡേർഡ് പെയേഴ്സും നിർബന്ധമായും എന്തിലുണ്ടായിരിക്കണം? R1ൽ ഉണ്ടായിരിക്കണ്ടേ. 3 2 6 4 9 6 അങ്ങനെ 99 66 വരെ എന്തായാലും R1ൽ ഉണ്ടായിരിക്കണമല്ലോ. സിമട്രിക് ആവണമെങ്കിൽ ആദ്യത്തെ 3 2 ഉണ്ടായിരിക്കണമെങ്കിൽ, സിമട്രിക് ആവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? 2 3യും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 6 4 ഉണ്ടായിരിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? 4 6 ഉണ്ടായിരിക്കണം. അങ്ങനെ 33 എലമെന്റ്സ് 33 ഓർഡേർഡ് പേഴ്സ് R1ൽ നിർബന്ധമായിട്ടായിരിക്കണം. അത് തിരിച്ചിട്ടായിരിക്കുന്ന 33യും ഉണ്ടായാലേ എന്താവുള്ളൂ? സിമട്രിക് ആവുള്ളൂ. അപ്പൊ ഈ R1ൽ നിർബന്ധമായും 66 എലമെന്റ്സ് ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ എഴുതുന്ന സബ്സെറ്റ് ആവണം എന്നുള്ള കണ്ടീഷൻ ഉള്ളത് കൊണ്ടുള്ള 33യും സിമട്രിക് ആവണമെങ്കിൽ അത് തിരിച്ചിട്ടാലുള്ള 33യും വരും ഓർഡേർഡ് പെയർ. നാലല്ലേ സിമട്രിക് ആവുള്ളൂ. അപ്പം ഈ R1ൽ നിർബന്ധമായും 66 എലമെന്റ്സ് ഉണ്ടായിരിക്കണം. അതായത് മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ R1 ഈസ് 66 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താണ്? 66 ആണ്. ഇങ്ങനെ ആലോചിച്ചെടുക്കാനേ ഉള്ളൂ. ഓക്കെ അല്ലേ.